ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി എന്താ ടെറസ് കിച്ചണിൽ പോകാത്തതെന്ന്. ആക്ച്വലി പറഞ്ഞാൽ പോകണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ പറ്റുന്നില്ല. കാര്യം പൊടിമോള് താഴെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് മോള് എന്നെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറ്റുന്ന സമയത്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ആക്ച്വലി പറഞ്ഞാൽ ഇത് ഞാൻ ടെറസ് കിച്ചണിൽ വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ച റെസിപ്പീസാണ്. എങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ട് നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചപ്പാത്തി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ ചപ്പാത്തിയുള്ള വീടുകളാണ് കൂടുതലും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചപ്പാത്തി, പൂരി, ആപ്പം, ഇടിയപ്പം ഇതൊക്കെ പ്രധാനപ്പെട്ട മലയാളിയുടെ ഭക്ഷണമാണല്ലോ, ഇഡ്ഡലി ദോശയോടൊപ്പം തന്നെ. അപ്പോൾ ഒരു സൈഡ് ഡിഷ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ, മാറി മാറി പല കറികൾ ചെയ്യണം, അത് അതിൻ്റെ ഒരു കറിയായിട്ട്. അപ്പോൾ ചപ്പാത്തിക്കൊരു 2 കറി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 2 കറി ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്, പല പല കറീസ്. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് 2 സ്പെഷ്യൽ ഈസി സിമ്പിൾ കറീസ് ഉണ്ടാക്കാൻ വിചാരിച്ച്, എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 കറി. ചപ്പാത്തിക്ക് 2 കറി. ഈ സെയിം കറി തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഓക്കെ, കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്നാകുമല്ലോ. അതൊന്നുമില്ല, ഇത് ക്യാരറ്റ് മട്ടർ ആൻഡ് ക്യാപ്സിക്കം വെച്ചിട്ടൊരു കറിയാണ്. ക്യാരറ്റ് ആൻഡ് മട്ടർ കറിയാണ് ആദ്യം ചെയ്യാൻ പോണത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാപ്സിക്കത്തിന് വലിയ പച്ച കളറില്ല, ഒരു ലൈറ്റ് ഗ്രീനാണ്, അത് ക്ഷമിക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇപ്പോൾ ഗ്രീൻ പീസ്, ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്. പിന്നെന്താ, അത് ഏകദേശം ഒരു 1/4 കപ്പ് വരെ എടുക്കാം, 1/2 മുതൽ 1/4. ഇതൊരു ചെറിയ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക് 2ആയി മുറിച്ചു. ഇത് 2 ക്യാരറ്റ് ഉണ്ടായിരുന്നു, മീഡിയം സൈസ്, അതിങ്ങനെ സ്ലൈസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. പിന്നെ 2 മീഡിയം സവാളയും എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ചെറിയ എന്താ പറയുക സ്ക്വയർസ് പോലെ കട്ട് ചെയ്ത്, ഫൈൻലി ചോപ്ഡല്ല, ഇങ്ങനെ. അപ്പോൾ അടുപ്പ് കത്തിച്ച് തുടങ്ങാം. ഇതിൽ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം കൂടി വഴറ്റുന്നു, കുറച്ച് പൊടികളൊക്കെ ഇടുന്നു, പിന്നെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ട് കറി പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിൽ വേറെ കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ചെയ്യാം, ഗ്രീൻ പീസ് ഇല്ലെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്യാരറ്റ് മാത്രമാണെങ്കിൽ കുറച്ച് ബീൻസും കൂടി ഇട്ട് ചെയ്യാം ഗ്രീൻ പീസിന് പകരം. പിന്നെ ഇനി ഇതെല്ലാം കൂടി ചെയ്ത് മിക്സ്ഡ് വെജിറ്റബിൾ, നിങ്ങൾക്ക് കോളിഫ്ലവർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, എന്നാൽ കോളിഫ്ലവർ മാത്രം വെച്ച് ചെയ്തോളൂ. അതല്ല, കോളിഫ്ലവറും ക്യാരറ്റും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. വാട്ടെവർ അവൈലബിൾ പച്ചക്കറി നമ്മുടെ വീട്ടിൽ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം വെച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനുള്ളൊരു ടോട്ടലായിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണ വേണമെന്നില്ല, ഇതെങ്കിലും റിഫൈൻഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ നല്ല ജീരകം ആദ്യം ഇടാം, ഒന്ന് പൊട്ടട്ടെ. അപ്പം നല്ല ജീരകം മൂക്കുന്നൊരു മണം. ഇനി സവാള, അതോടൊപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. 1 ടേബിൾ സ്പൂണാണ് 1 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇനി അരിഞ്ഞതല്ല, പേസ്റ്റ് ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വെച്ച് പേസ്റ്റ് ചേർത്തോളൂ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇനി ക്യാരറ്റ്, ഇത് പൊട്ടറ്റോ ഇല്ലാത്ത കറിയാണ്, നോ പൊട്ടറ്റോസ്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഒന്ന് വാടി തുടങ്ങിയതേ ഉള്ളൂ ക്യാരറ്റെല്ലാം, ബാക്കി കറികളെല്ലാം വാടിക്കൊണ്ടിരിക്കുന്നു. ഇനി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, അത് എരിവനുസരിച്ചിട്ട് ചെയ്തോളൂ. 1.5 മുതൽ 2 ടീസ്പൂണോ, അത് എത്ര എരിവ് അതനുസരിച്ച്. ഇതിപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ. അപ്പോൾ മുളക് പൊടിയൊക്കെ പാകത്തിന് മൂത്തു. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, അതും ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നു. ആഹാ, നല്ലവണ്ണം. ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കാം. തീ ഞാൻ വളരെ കുറച്ചിടുന്നു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കും, ഒരു 2 ടേബിൾ സ്പൂൺ യോഗട്ട് തൈര്. ഒരു കുഴമ്പ് പോലെയായി മസാല പേസ്റ്റ്. ഇതിലേക്ക് ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസാണ്,
ഫ്രോസണായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേകട്ടെ. ഇത് പാത്രം അടച്ചിട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊരല്പം കടലമാവ് വറുത്ത് വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിൽ നിന്ന് ആവശ്യാനുസരണം നമുക്ക് കലക്കിയെടുക്കാം. കടലമാവ് വറുത്തത് 1 കപ്പ് വെള്ളത്തിൽ കലക്കാം. എന്തായാലും ക്യാരറ്റൊക്കെ ഏകദേശം ഒരു 3/4 വേഗമായി കഴിഞ്ഞു. ഈ ഒരു സ്റ്റേജിൽ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും. ഇപ്പോൾ ക്യാരറ്റെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ചാറൊക്കെ ഇങ്ങനെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരുന്നത്. ഇതിപ്പോൾ കടലമാവ് കലക്കിയ 1 കപ്പ് വെള്ളം. തീ വീണ്ടും കൂട്ടി കൊടുക്കുന്നു. ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ കടലമാവ് ഒരു 1.5 ടേബിൾ സ്പൂണാണ് കലക്കിയത്. ഇനി വീണ്ടും കുറച്ച് ചൂടുവെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർക്കുന്നു. നമുക്ക് എത്ര കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർത്തു. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ നിറച്ച കടലമാവും 2 കപ്പ് വെള്ളവും, അതായത് 1 കപ്പ് വെള്ളത്തിൽ കടലമാവ് കലക്കുന്നു, അതുകൂടാണ്ട് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു. അപ്പോൾ കുറുകിയൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി വേണ്ടി വരും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു മസാലയുടെയൊക്കെ മണം വരും. ഇതിനൊക്കെ കുറച്ചുകൂടി നമുക്കൊരു ഫ്ലേവർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ കസൂരി മേത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്താൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആകും. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇത് എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു കസൂരി മേത്തിയുടെയും കൂടെ ഫ്ലേവർ വേണമെന്ന് അങ്ങനെ നോട്ട് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഗരം മസാലയുടെ മണവും പിന്നെ അതുപോലെ ജീരകപ്പൊടി, അതായത് ജീരകം ആദ്യം നമ്മൾ താളിച്ചല്ലോ, അത് ആ ഒരു മണമൊക്കെ വേണം. അപ്പോൾ നല്ല തിളയായി കഴിഞ്ഞു. യെസ്, ഒരല്പം കൂടി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ചെറിയ തീയിലേക്ക് ഞാൻ ഒരു 5 മിനിറ്റ് ലൈറ്റ് 5 മിനിറ്റ് വേണ്ട. ക്യാരറ്റ് മട്ടർ കറി ഈസ് ഗെറ്റിംഗ് റെഡി. ഓൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ തീയെല്ലാം കുറച്ചിട്ടിട്ടുണ്ട്. മതി, ധാരാളം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറി ഈസ് റെഡി. അപ്പോൾ ചപ്പാത്തിക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ നമുക്ക്. ആഹാ, നല്ല മണവും രുചി. ഓക്കെ, നല്ല കുറുകിയ ചാറുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. അങ്ങനെ മട്ടർ ആൻഡ് ക്യാരറ്റ് കറി റെഡി. ഓക്കെ, ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ഫ്ലേവർ, ക്യാപ്സിക്കത്തിൻ്റെ രുചി കിട്ടും. പിന്നെ ബാക്കിയെല്ലാം വലിയ നോർമലാണ്. പക്ഷേ ഗരം മസാലപ്പൊടിയും ജീരകം അതെല്ലാം കൂടി ചേർന്ന് വേറെ ഒരു ഫ്ലേവറാണ്. പ്ലസ് കടലമാവിൻ്റെ ആ ഒരു ബേസിൻ ടേസ്റ്റും. പിന്നെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഇടുക, എനിക്കിവിടെ ഉള്ളതുകൊണ്ട് ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ ചപ്പാത്തിക്ക് പറ്റും, പൂരിക്ക് പറ്റും, പിന്നെന്താ ഇടിയപ്പത്തിന് പറ്റും. ഇതിൻ്റെ കൂടെ ഇത് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ, ഇഷ്ടത്തിന് കഴിക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലല്ലേ, ഈസിയാണ്, ഒരു പാടുമില്ല. പിന്നെ ഇതിൽ തേങ്ങാപ്പാൽ വേണ്ട, വേറൊരു പാലും വേണ്ട, നത്തിങ്, ഒന്നും വേണ്ട, ഉരുളക്കിഴങ്ങ് വേണ്ട, ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു, സെർവിങ് പാത്രത്തിലേക്ക്. എന്നിട്ട് അടുത്ത കറിയും കൂടി ഉണ്ടാക്കി കാണിക്കും. അപ്പോൾ 2 കറി ഫോർ ചപ്പാത്തീസ്, അതാണ് ഇന്നത്തെ തീം. അങ്ങനെ ക്യാരറ്റ് ആൻഡ് മട്ടർ കറി ഈസ് റെഡി. അപ്പോൾ രണ്ടാമത്തെ എളുപ്പക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു എന്താ പറയുക, ചപ്പാത്തിക്ക് ഒരു കുറുമ ഉണ്ടാക്കണം. വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല. ടൊമാറ്റോ ഉണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ടൊമാറ്റോ കുറുമയായാലോ? എളുപ്പമല്ലേ, ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, ടൊമാറ്റോ കുറുമ. ഇതാ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ്. ഇതിപ്പോൾ ആദ്യമേ തന്നെ 1 കപ്പ് തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടുകടല എന്ന് പറഞ്ഞാൽ അറിയാലോ,
മിക്സ്ചറിനകത്തൊക്കെ കിടക്കുന്ന കടല. ഇതൊരു 2 ടേബിൾ സ്പൂൺ. ഞാനൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് വരും. തേങ്ങാ പേസ്റ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഫാസ്റ്റായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി കുറച്ച് എണ്ണ, ഇത് വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഇത് വേറെ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. റിഫൈൻഡ് ഓയിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പച്ചമുളകും സവാളയും. ഇതൊരു 6 പച്ചമുളകുണ്ട്, പിന്നെ ഒരു 2 വലിയ സവാള. യെസ് പുതുമുളുണ്ട് എൻ്റെ കൂടെ, ഒരു രക്ഷയില്ല, പുതുമുള് എത്തിക്കഴിഞ്ഞു. പുടു കുക്കിംഗ്, പുടുവിനെ സാറ്റിസ്ഫൈൻ ആയിട്ട് കുറേ പാത്രം കൊടുത്തിരിക്കും അവിടെ. എന്നുമാ അമ്മ അമ്മ എടുക്കാം എൻ്റെ മൈക്ക് എടുത്തോണ്ട് പോകും, എൻ്റെ മൈക്ക് എടുത്തോണ്ട് പോണ കുട്ടിയാണ്. കുളി കഴിഞ്ഞ് വന്നതേ ഉള്ള ആള്. നോ നോ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇനി ഇതിലേക്ക് കളർ മാറി തുടങ്ങി. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1.5 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്തത് ഇഞ്ചി പേസ്റ്റ്. ഇനി ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇനി ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർത്താൽ മതി. ഒരു 2 ടീസ്പൂൺ വെച്ച് അരിഞ്ഞ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ വരെ ആകാം അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ. ഓക്കെ, നമ്മൾ ടൊമാറ്റോ കുറുമയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം നല്ലതായിട്ട് പാകത്തിന് മൂത്തത് എണ്ണയൊക്കെ തെളിയുന്നുണ്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ നിറച്ചെടുക്കാം മല്ലിപ്പൊടി. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത്, ഇതിപ്പോൾ ഒരു 6 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ എരിവനുസരിച്ചിട്ട്. ഇനി മല്ലിപ്പൊടിയും കൂടി ഒന്ന് മൂത്തോട്ടെ. പെട്ടെന്ന് തന്നെ മൂക്കും, കാരണം ചൂടായി കിടക്കല്ലേ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, ഇത് 3 വലിയ ടൊമാറ്റോ ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ 4 മീഡിയം ടൊമാറ്റോ, ചെറിയ സ്ക്വയർ പീസ്, ഒരുപാട് ചെറുതല്ല, ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കുക. ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കും. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. പുടുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കിവിടെ കുക്ക് ചെയ്യാൻ പറ്റില്ല. പുടുമോൾ വരും അന്നേരം. അതായത് മോളിങ്ങിൻ്റെ ബഹളം വയ്ക്കും. ഞാൻ ആ ഡോർ അടച്ചിട്ടാണ് വരുന്നത്, ഗ്ലാസ് ഡോറ്. പക്ഷേ അവിടെ വന്ന് ഭയങ്കര കരച്ചിലാണ്, കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഡോറ് തുറന്നു കൊടുക്കുക, അവൻ വരും. ഇപ്പോൾ വേറൊരു സംഗതിയൊക്കെ കൊണ്ടുപോയിരിക്കണം, അട്രാക്ട് ചെയ്യാനായിട്ട് വേറൊരു കാര്യം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പോയിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുടുമോൾ വീട്ടിലില്ലാത്ത സമയത്താണ്. എനിക്ക് തോന്നുന്നു കുക്കിങ്ങിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുക്ക് ചെയ്യുന്ന കാണാൻ, കൂടെ കയറി വരുന്നു, ഇങ്ങനെ രസമാണ്, അല്ല വലിയ ഇഷ്ടമാണ് എന്തായാലും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ടൊമാറ്റോ ആയിട്ട് ഇങ്ങനെ ആ ഉപ്പും കൂടി ചേർത്തല്ലോ, അപ്പോൾ ഇങ്ങനെ വാടി തുടങ്ങി. പിന്നെ ഇതിലേക്ക് നോക്കിക്കോളൂ, വാടി ഇങ്ങനെ കുഴഞ്ഞു വരുന്നൊരു പാകമായി. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം. ഇനി പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇതെല്ലാം ഫാസ്റ്റായിട്ട് നടക്കുന്ന കാര്യമാണ്, ടൈം കൺസ്യൂമിംഗ് ഒന്നുമല്ല, ഇറ്റ്സ് വെരി ഈസി. ഇപ്പോൾ ടൊമാറ്റോയൊക്കെ വെന്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഫിനിഷിങ് പോയിന്റിലെത്തിയെന്ന് തന്നെ പറയാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ പേസ്റ്റ്, തേങ്ങ, പൊട്ടുകടല പ്ലസ് പെരുംജീരകം. പിന്നെ ഇതിലേക്ക് അരച്ച പേസ്റ്റ് ചേർക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ തിക്കാകും, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ ആ മിക്സിയുടെ ബൗളിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. തുടങ്ങി. ഇനി ഇതിലേക്ക് മിക്സി ബൗളിൽ വെച്ച് 1 കപ്പ് വെള്ളം, പിന്നെ ഒരു തള വരട്ടെ, നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ എല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റ്. ഇച്ചിരി പഞ്ചസാരയും ഒരല്പം ഗരം മസാല കൂടി ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പെരുംജീരകം നമ്മൾ ഓൾറെഡി ചേർത്തു. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കും.
ഒരു തിള വന്നാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇതിനെ നല്ല കുറുകിയായിരിക്കുന്നത്. ഇതിനെ കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ഇനി ഒരു 1/2 കപ്പോ 1 കപ്പോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ടൊമാറ്റോയുടെ ഒരു പുളിയുടെ എന്തൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിലും അതെല്ലാം ബാലൻസ് ചെയ്യും. അടിപൊളി ഒരു കുറുമ ഈസ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ ഇത് ചപ്പാത്തി, പൂരി, അപ്പം, വെടിയപ്പം എന്നിൻ്റെ കൂടെ പണിയാണ്. ഒരു തിള വരുന്ന താമസം മാത്രം. നല്ല തിള വന്നു. ഓക്കെ, ഇത്ര മതി. കുറേ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ തേങ്ങ അരച്ച പേസ്റ്റ് കൂടാണ്ട് 1 കപ്പോ 1.5 കപ്പോ വെള്ളം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ വേകുന്ന സമയത്ത് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്തിരുന്നു. ഇത്രേ ഉള്ളൂ. ഉപ്പൊക്കെ കറക്റ്റാണ്. എല്ലാം പെർഫെക്റ്റ് മതി. എല്ലാ കാര്യവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യണം. ഓക്കെ, യെസ്. ഇനി വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. കഴിഞ്ഞു. അതിൻ്റെ കുറുകിയ ചാറോടുകൂടിയ നമ്മുടെ ടൊമാറ്റോ കുറുമ ഈസ് റെഡി. കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്താ ടേസ്റ്റ്. സൂപ്പർബാണ്. ഉണ്ടാക്കാൻ ഈസി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട. മിനിമലിസ്റ്റിക്. നമുക്കിപ്പോൾ വീട്ടിലുള്ള കാര്യം മതി. ടൊമാറ്റോ എന്തായാലും കാണുമല്ലോ. പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. ആവശ്യത്തിന് എല്ലാം ഓക്കെയാണ്. എൻ്റെ ഒരു ടേസ്റ്റിന് ഓക്കെയാണ്. എൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതാരും വരുന്നു. അയ്യോ, എൻ്റെ മോള് നടന്ന് വരുന്നു. നോക്കും, അത് ക്രാഫ്റ്റ് അപ്പോൾ കുക്കൂത്ത് പുതിയ രൂപത്തിലാണ്. അങ്ങനെ ഇന്നത്തെ 2 വിഭവങ്ങൾ ഇവിടെ റെഡി. ചപ്പാത്തിക്ക് 2 സൈഡ് ഡിഷ് അല്ലേ മോനെ? 2 സൈഡ് ഡിഷ്. അപ്പോൾ നമ്മളിത് 2 സൈഡ് ഡിഷാണ് കഴിക്കാൻ കൂടെ. അതായത് സൈഡ് ഡിഷ് അത് തന്നെ, ടൊമാറ്റോ കുറുമ ആൻഡ് ക്യാരറ്റ് ആൻഡ് മട്ടർ കറി ക്യാപ്സിക്കം. ഓ, അടിപൊളി. നല്ലത്. അപ്പോൾ കൺക്ലൂഷൻ പറയാനായിട്ട് കുടുംബങ്ങൾ താഴെ നിൽക്കുന്നില്ല. ഞാൻ ഈ ഒറ്റ കയ്യിൽ കൊക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. തന്നെ അമ്മ നോക്കൂ. എല്ലാവരും ടാറ്റ ബൈ പറയും. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കമന്റ് ബോക്സിലേക്ക് വരാൻ മറക്കണ്ട. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ thank you so much. Thank you for watching and keep on watching English Vinay Vlogs. Love you all. Love you. Love you all.